ദൈവം അടുത്തു നിൽക്കുവാൻ അറപ്പു കാണിക്കും വല്ലാത്ത ദ്രോഹി, ഒരു ദയയുമില്ലാതുയിരെടുക്കും ഓടുക മാളോരെ. മതിയായില്ല നാടകം, മതിയാവില്ല ദാഹവും, ഇനി തുടർന്നു കാട്ടുവാൻ പ്രഹസനങ്ങളു പലതും കയ്യിലുണ്ടേ. ഈ കപടവേഷങ്ങൾ ചിലവാകില്ലെന്ന് വിളിച്ചു ചൊല്ലുക നാം. എല്ലാവർക്കും നമസ്കാരം. വേണ്ട, പറയാൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞോണ്ടാ. വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആണോ? അതറിയാതെ വെറുതെ ഇത്രയും നാൾ ഇതൊക്കെ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്ത് കളഞ്ഞല്ലോ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ്. തിന്മയുടെ മേലുള്ള അവസാന ജയം നന്മയ്ക്കായിരിക്കും അല്ലേ? ആർക്കും അറിയാത്ത ഒരു പുതിയ കാര്യമായി പോയി. അല്ല, വിഷു ഒക്കെ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ കടന്നുപോയത്. അക്കച്ചിയുടെ വക സ്പെഷ്യൽ വിഷുദിന സന്ദേശങ്ങളൊന്നും കണ്ടില്ല. ADM-ന്റെ കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയുടെ ബലത്തിൽ ഈസ്റ്റർ ദിന സ്പെഷ്യൽ സന്ദേശം എന്ന പേരിൽ അടുത്ത ഉളുപ്പില്ലായ്മയുമായിട്ട് ഇറങ്ങിയതാ അല്ലേ? നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിനെ കുരിശുമരണം വിധിക്കപ്പെട്ടത്. എവിടോട്ടാ കയറി പോകുന്നതെന്ന് മനസ്സിലായോ? തൊലിക്ക് നല്ല കട്ടിയായതുകൊണ്ട് സ്വയം യേശുക്രിസ്തുവിനോടൊക്കെ ഉപമിക്കാൻ അക്കച്ചിക്ക് ഒരു മടിയുമില്ല. വലിഞ്ഞു കയറി ചെന്ന് പ്രസംഗിച്ച് ഒരു നിരപരാധിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവിതം തൊലച്ചിട്ട് യേശുക്രിസ്തു ചെയ്തതേ ഞാനും ചെയ്തുള്ളൂ എന്ന്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളൂ, അതറിയാലോ. കേക്ക് വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. ചൊറിഞ്ഞു കയറി വരികയും ചെയ്യുന്നു. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് വേണോ പെണ്ണുപിള്ള യേശു തെറ്റ് ചെയ്യാത്തവനും നല്ലവനുമായിരുന്നു എന്ന് ഞങ്ങൾ അറിയാൻ? നിങ്ങൾ എവിടെ പ്രസംഗിച്ചാലും ഈ വെറുപ്പീര് തന്നെ ആണല്ലോ. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചത്. നെറികേട് കണ്ടാൽ ചാട്ടവരെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. നെറുകേടിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ മുതല്. കടമെടുപ്പ് സർവകാല റെക്കോർഡിൽ എത്തിച്ച് 100 കോടി മുടക്കി ഇപ്പൊ തുടർമുടിവിന്റെ വാർഷികം ആഘോഷിക്കാൻ ഫ്ലെക്സ് നാട്ടുന്ന നെറുകേടിനെ കുറിച്ച് എന്താണ് നീതിദേവതയുടെ അഭിപ്രായം? മുടി മുറിച്ചും മണ്ണിലുരുണ്ടും അർഹമായ ജീവിതമാർഗത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കരഞ്ഞും വിയർത്തും മാസങ്ങളായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി തുടരുന്ന പെണ്ണുങ്ങളെ കളിയാക്കിയും പുച്ഛിച്ചും മൂറിച്ചിരിക്കുന്ന നെറികെട്ടവരെ കുറിച്ച് വിശുദ്ധ സതുദ്ദേശിക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി. പാപം ചെയ്യാത്തവരില്ല, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. പക്ഷെ കൊന്നിട്ടും തിന്നിട്ടും തീരാതെ ഒളിഞ്ഞും തെളിഞ്ഞും പക പോക്കുന്ന ചില മഹാപാപികൾ ചെയ്തു കൂട്ടുന്ന കൊടും പാപങ്ങൾ ഞങ്ങൾ ആരും ചെയ്യുന്നില്ല. എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. കാര്യം അറിയാതെ എറിയപ്പെടുന്ന കല്ലിന്റെ മൂർച്ച കൊണ്ട് മുറിയുന്ന ശുദ്ധാത്മാക്കളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അക്കച്ചി. ഒരു നിരപരാധിയുടെ മരണത്തിന് കാരണക്കാരി ഞാനാണ് എന്ന് അഹങ്കാരത്തോടെ സമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാൻ ക്യാമറാമാനെയും കൂട്ടി മരണമാസ പ്രകടനം കാഴ്ചവെക്കുന്ന ദുരുദ്ദേശി എറിയുവാൻ കല്ലെടുക്കാതിരുന്ന ആ ദുരുദ്ദേശിക്ക് സംരക്ഷണ തണലൊരുക്കിയ ദുഷ്ടാത്മാക്കളുടെ കളങ്കങ്ങളെ പറ്റി സംസാരിക്കും. ഈയിടെയായിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറെ ദിവസം പൊതുജനങ്ങളുടെ കയ്യിൽ പെടാതിരിക്കാൻ പാതാളത്തിൽ ഒളിച്ചിട്ട് മുകളിലേക്ക് കുതിക്കുവാനുള്ള സാഹചര്യം ഒക്കെ സജ്ജമാക്കിയ ശേഷം ഒളിച്ചുകളി അവസാനിപ്പിച്ച ഈ വിശുദ്ധയ്ക്കല്ലാതെ ഇത്തരത്തിലൊരു ഈസ്റ്റർ സന്ദേശം നമുക്ക് ഏകുവാൻ മറ്റാർക്കാണ് യോഗ്യത? തൽക്കാലം വിരമിക്കട്ടെ. നമോ വാഗം.